السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും നമസ്കാരത്തിൽ എല്ലാ റക്അത്തിലും ഓതുന്ന ഫാത്തിഹ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, നമുക്കെല്ലാവർക്കും അർത്ഥമറിയാവുന്ന ഒരു പ്രാർത്ഥന, അതാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവോട് അവന്റെ മുമ്പിൽ ഒളുവെടുത്ത് ഖിബലക്ക് നേരെ തിരിഞ്ഞ് അവനെ വാഴ്ത്തി പറഞ്ഞ ശേഷം അവനോട് നാം അപേക്ഷിക്കുകയാണ്, അള്ളാഹുവേ, നീ ഞങ്ങളെ, റഹ്മാനും റഹീമുമായ റബ്ബേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ, ചൊവ്വായ വഴിയിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ അമ്പിയാക്കള്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സ്വാലിഹികൾ പോലെയുള്ള പടച്ചവന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാണ് കോപത്തിന് പാത്രമായവർ? അൽ യഹൂദ് മഗ്ലൂബിൻ അലൈഹിം, കോപത്തിന് പാത്രമായവർ യഹൂദികളാണ്. വലദ്ദാലീൻ, വഴിപിഴച്ചവരുടേതല്ലാത്ത മാർഗം. ആരാണ് വഴിപിഴച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ നസാറാ ളുല്ലാൽ, വഴിപിഴച്ചവരിൽ മുൻപന്തിയിലുള്ളത് നസാറാക്കളാണ്. ഇതിനെ സംബന്ധിച്ച് വഹാദ തഫ്സീർ അജ്മഅ അലൈഹിൽ മുഫസ്സിറൂൻ, മുഫസ്സിറുകൾ ഇജ്മാ ആയി പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനമാണിത്. അപ്പൊ അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ഒക്കെ മാർഗത്തിൽ ചേർക്കണം, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ പടച്ചവന് കോപമുള്ള, പടച്ചവന്റെ മാർഗം തെറ്റിപ്പോയവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ എന്നാണ് ഓരോ നമസ്കാരത്തിലും ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു, ഒരു നേർരേഖ വരച്ചു. എന്നിട്ട് ആ നേർരേഖയിൽ നിന്നും മേലോട്ടും താഴോട്ടും കുറെ വരകൾ വരച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ നേർരേഖയാകുന്നു സിറാത്തുൽ മുസ്തഖീം. ഇതിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു പോകുന്ന രേഖകളുണ്ടല്ലോ, അതാണ് പിശാചിന്റെ വഴികൾ. നിങ്ങൾ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ചരിക്കുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും പിശാചിന്റെ വഴികളിൽ നിന്നും പിശാചുക്കൾ നിങ്ങളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിലകപ്പെടാതെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണ്ടായി. മറ്റൊരായത്തിൽ ഖുർആൻ തന്നെ പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഈ വര വരഞ്ഞ സംഭവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതിയ ആയത്താണിത്. ഇതാകുന്നു എന്റെ മാർഗം, മുസ്തഖീമായ ചൊവ്വായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റാതിരിക്കുക. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ ഈ മാർഗത്തെ വിട്ട് നിങ്ങളെ തെറ്റിച്ചു കളയും എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ആവർത്തിച്ച് മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിയും അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കുറെ സമുദായ അംഗങ്ങൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദികളുടെയും നസാറാക്കളുടെയും വഴികൾ ഓരോന്നോരോന്നായി മുസ്ലിം സമുദായത്തിലെ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഈ സമുദായത്തിൽ അവസാന കാലത്ത് വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും.
എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഒരു ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും പൂട്ടി അവർ അനുകരിക്കും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഞങ്ങളുടെ മുമ്പുള്ളവർ എന്നതുകൊണ്ട് പ്രവാചകരെ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണോ? അപ്പോൾ പ്രവാചകർ തിരിച്ചു ചോദിച്ചു, അല്ലാതെ മറ്റാരെയാണ്? അപ്പൊ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ സമുദായത്തിലെ പലരും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം നിഷേധിച്ചിട്ട് കാര്യമില്ല. എന്താണ് യഹൂദികൾക്ക് പറ്റിയ തെറ്റ്? സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ്ടായി, നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഈ സമുദായത്തിലെ പണ്ഡിതന്മാര് പഴച്ചാൽ അവർക്ക് യഹൂദികളോടാണ് സാദൃശ്യം. ഈ സമുദായത്തിലെ പാമരന്മാര് സാധാരണക്കാര് പഴച്ചാൽ അവർക്ക് ക്രിസ്ത്യാനികളോടാണ് സാദൃശ്യം. കാരണം യഹൂദികൾ അറിഞ്ഞിട്ടും അതിനെതിരെ പ്രവർത്തിച്ചവരാണ്. ക്രിസ്ത്യാനികൾ അറിവില്ലാതെ അല്ലാഹ് ഇബാദത്ത് എടുക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ്. ആ രണ്ടും അറിഞ്ഞിട്ടും അതിനെതിരെ പ്രവർത്തിക്കുക, അറിയാതെ ദീനാണെന്ന് വിചാരിച്ച് പലതും ചെയ്തുകൊണ്ടിരിക്കുക, ഈ രണ്ട് സ്വഭാവവും ഇന്ന് നമ്മുടെ സമുദായത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് യഹൂദി നസാറാക്കൾക്ക് സംഭവിച്ച വലിയ പിഴവ്, അവര് പ്രവാചകന്മാരെ ദൈവപുത്രന്മാരാക്കി. യഹൂദികൾ ഉസൈർ പ്രവാചകനെ ഇബ്നുല്ല അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികൾ ഈസബിന് മറിയമിനെ ഇബ്നുല്ല അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ആ അബദ്ധത്തിൽ പെട്ടുപോയത്? അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ധാരണ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയില്ല. പ്രവാചകന്മാരോട് അവർക്കുള്ള സ്നേഹത്തിൽ അവർ അതിരു കവിഞ്ഞു. അങ്ങനെ അതിരുവിട്ടപ്പോൾ പ്രവാചകന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് അതിർ ലംഘിച്ചപ്പോൾ അവർ എത്തിപ്പെട്ടത് വാസ്തവത്തിൽ ഏതിലായിരുന്നു? ഈ ദൈവപുത്രവാദത്തിലായിരുന്നു. ഇന്ന് നമ്മുടെ സമുദായത്തിൽ അതിന് തുല്യമായ ചില പ്രവാചകന്മാരോടുള്ള ബഹുമാനത്തിലുള്ള അതിര് കവിച്ചിലുകൾ ഇല്ലേ? ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബുർദ എന്ന് പറയുന്ന ഒരു പ്രവാചക കീർത്തനം ഉൾക്കൊള്ളുന്ന പാട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പേറ്റുനോവെടുത്ത പെണ്ണിന്റെ അടുത്താ ബുർദ ചൊല്ലിച്ചാ പ്രസവിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അത് താളമേളങ്ങളോടുകൂടി പുതിയ പുതിയ ടോണില്, നല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞ മൈക്കിൾ ജാക്സൺ സ്റ്റൈല് എന്നൊക്കെ അവർ പറയുന്ന ആധുനിക ഇംഗ്ലീഷ് കവിതയുടെയൊക്കെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അവർ പാടി നടക്കുന്നുണ്ട്. അവർ ബുർദ ആസ്വാദന സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞൊരു വരി എന്താറിയോ? നസാറാക്കൾ അവർ നബിയെ കുറിച്ച് പറഞ്ഞ വാചകം നീ ഒഴിവാക്കണം. അത് നമ്മുടെ നബിയെ കുറിച്ച് നീ പറയരുത്. അതായത് ദൈവപുത്രൻ എന്ന് നമ്മൾ നബിനെ പറ്റി പറയാൻ പാടില്ല. അതല്ലാത്ത മധു എന്തു വേണമെങ്കിലും നീ പറഞ്ഞോളൂ എന്ന് ബൂസീരി എന്ന് പറയുന്ന ബുർദയുടെ കർത്താവ് തന്റെ കവിതയിലൂടെ അദ്ദേഹത്തിന്റെ ആസ്വാദകർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ തന്നെ അതിന് ചില ഉദാഹരണങ്ങളും പറഞ്ഞെടുത്തു. റസൂലുള്ളാഹിനെ ദൈവപുത്രൻ എന്നല്ലാത്ത വേറെ വാക്ക് ദൈവം തന്നെ ആക്കിയവന് ദൈവപുത്രനാക്കണ്ടല്ലോ. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. പടപ്പുകളിൽ ഏറ്റവും ആദരണീയരായ നബിയേ, മാലി മൻ അലൂദു ബിഹി സിവാക, എനിക്ക് അഭയം തേടി വരാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഇന്ദ ഉലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകമായ ആപത്തുകൾ, പടർന്നു പിടിച്ച ആപത്തുകൾ, വിപത്തുകൾ വരുന്ന സന്ദർഭത്തിൽ. അപ്പൊ അള്ളഹാനോട് ചോദിക്കേണ്ട കാര്യം അള്ളാന്റെ റസൂലിനോട് ചോദിക്കാണ്. ഇതെല്ലാം ചോദിച്ചാൽ പറ ഞങ്ങൾക്ക് നബിയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുകയാണ്, റസൂലുള്ളാഹിനോടുള്ള പിരിശം വെളിവാക്കുകയാണ് എന്നൊക്കെയാണ് അവർ സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല്, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ, അവരുടേതല്ലാത്ത മാർഗത്തിലാണ് ഞങ്ങൾ നീ വഴി ചേർക്കേണ്ടതെന്ന് നിത്യേന എന്നോണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ നമ്മുടെ ആളുകൾ അറിഞ്ഞും അറിയാതെയും ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പല ആളുകൾക്കും ഇത്തരം ഉദാഹരണങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചില ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. വിമർശനങ്ങൾ തീരെ അവർക്ക് ഇഷ്ടമില്ല. എന്തിനാണ് നമ്മൾ അവരിങ്ങനെ കുറ്റം പറയുന്നത്? അവർ നമ്മുടെ സമുദായ അംഗങ്ങൾ തന്നെയല്ലേ. നമ്മൾ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് അവരെ ആക്ഷേപിക്കുന്നത്? ശാഖാപരമായ കാര്യങ്ങൾ പറഞ്ഞ് സമുദായത്തെ തമ്മിലടിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ മാല ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ, മൗലിദ് ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് സമുദായത്തിന്റെ മൊത്തം ഐക്യമാണ് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസംഗങ്ങളിലോ ക്ലാസ്സുകളിലോ ഒന്നും ഇതൊന്നും വിഷയമാകാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമായി നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ദഅവത്തിന്റെ ഭാഗമാണ്.
ദഅവത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൽപ്പിക്കൽ മാത്രമല്ല, ചീത്ത കാര്യങ്ങളെ വിരോധിക്കലും കൂടി ദഅവത്തിന്റെ ഭാഗമാണ്. അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് നന്മകൾ അത് നാം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നന്മകൾ പലതും തലകീഴായ അവസ്ഥയിലാണുള്ളത്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിലല്ല അതുള്ളത്. അത് നാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെയല്ല സുഹൃത്തുക്കളെ, റസൂല് പഠിപ്പിച്ച ദീൻ ഇങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പലതും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂല് പഠിപ്പിക്കാത്ത ബിദ്അത്തുകള് അതെല്ലാം സുന്നത്താണെന്ന വിചാരത്തിൽ നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ആളുകൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ അയൽവക്കത്തും നാം പരിചയമുള്ള നമ്മുടെ പരിചയ വൃത്തങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ശിർക്കും ബിദ്അത്തും കുഫറും ഒക്കെ കാണുമ്പോ ഐക്യത്തിനു വേണ്ടി അതൊക്കെ പറയാതിരിക്കുക. നമ്മൾ പറഞ്ഞാൽ അവർ മുഷിയുമെന്ന് കരുതി മിണ്ടാതിരിക്കുക. അതൊന്നും തന്നെ ഇസ്ലാഹി ദഅവത്തിന്റെ ഭാഗമല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതുമല്ല. ആളുകൾ മുഷിയോ എന്ന് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ദീന് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതാ പറഞ്ഞത്. ആളുകൾ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ദഅവത്ത് തീരുമാനിക്കുക എന്നത് ഒരിക്കലും തന്നെ അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന ഒരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിടയിലുള്ള തിന്മകളെ നാം വിരോധിച്ചിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും കാരണമായി തീരും. ബനു ഇസ്രായേൽ സമുദായത്തിനുണ്ടായ നാശം ഖുർആൻ പറയുന്നുണ്ട്. അവരിലേക്ക് അയക്കപ്പെട്ട ദാവൂദ് നബിയുടെയും അതുപോലെ തന്നെ ഈസബിന് മറിയമിന്റെയും നാവിലൂടെ ഇസ്രായേൽ സമുദായം ശപിക്കാര്യം ഖുർആൻ എടുത്തു പറഞ്ഞു. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസബിന് മറിയം. എന്നിട്ട് എന്താ അതിന് കാരണം പറഞ്ഞത്? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു ലംഘിച്ച അതിർത്തികളെ അവർ മറികടന്നിരുന്നു. എന്ന് മാത്രമല്ല, കാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂഹ്. അവർക്കിടയിൽ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ അവർ പരസ്പരം വിരോധിക്കുമായിരുന്നില്ല. കണ്ടോ? അപ്പൊ തിന്മകളെ വിരോധിക്കാതിരിക്കുക എന്നത് അവരെ ശാപത്തിന് കാരണമായി എന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളെ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ദഅവത്തിന്റെ ഭാഗമാണ്. ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. വലതഖുദുന അലാ യദിൽ ളാലിം, അക്രമിയുടെ കൈക്ക് നിങ്ങൾ പിടിക്കുക തന്നെ വേണം. വലതഇതുർനഹു അലൽ ഹഖ് അത്റാ, സത്യത്തിന്റെ മാർഗത്തിലേക്ക് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം എന്നിങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സഹോദരിമാരോട് ഇത് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, പലപ്പോഴും സഹോദരിമാര് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അതൊന്നും ഞമ്മക്ക് ബാധകല്ല, അതൊക്കെ മൗലവിമാർക്ക് മാത്രം ബാധകമായ കാര്യമാണ്. അവർ ചെയ്തോട്ടെ, അവർ ഖുർആൻ ക്ലാസ് നടത്തിക്കോട്ടെ, അവർ ക്യാമ്പ് നടത്തിക്കോട്ടെ, അവർ വയല് പറഞ്ഞോട്ടെ, അവർ ഖുതുബ നടത്തിക്കോട്ടെ, അവർ ലേഖനം എഴുതിക്കോട്ടെ. അല്ല, മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ, ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റായ ഒരു കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തന്റെ കഴിവുപയോഗിച്ച് തടയുക എന്നത് അയാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ഒരാൾ ഇസ്ലാമിക ദൃഷ്ട്യാ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ കൈ കൊണ്ട് അത് തടയട്ടെ. ഫഇല്ലം യസ്തതി, അതിന് സാധിക്കുകയില്ലെങ്കിലോ ഫബിലിസാനി, നാവ് കൊണ്ട് എതിർക്കട്ടെ. വഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധിക്കാത്ത ഘട്ടത്തിൽ മാത്രം ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. വദാലിക അൽഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ദുർബലമായ ഭാഗമാകുന്നു. പല സഹോദരിമാരും തന്റെ സഹോദരി ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ എന്തിനാ അത് പറയണേ, ഞാൻ പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് പറയൽ എന്റെ ബാധ്യതയല്ലല്ലോ, അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അവർക്കെന്താ അറിയില്ലേ, അവരെ കബർക്കല്ലേ പോണേ, നമ്മളെന്തിനാ പറഞ്ഞിട്ട് അലോഹ്യ ഉണ്ടാക്കണേ. നമ്മളിപ്പോ ഇവിടെ ദുബായിൽ വന്നിട്ട് നമ്മളെ അയൽവക്കത്തുള്ളവരാണ്, നമ്മളിപ്പോ അവരോട് പറഞ്ഞ പിന്നെ അവർക്ക് നമ്മളോട് ദേഷ്യാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്റെ തെറ്റുകളെ പരസ്പരം ഗുണദോഷിക്കാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിക്കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ തിന്മകളെയും എതിർക്കാൻ. നമുക്ക് തിന്മയാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്ത് ചെയ്താൽ അത് അരുതെന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നാം ചോദ്യം ചെയ്യപ്പെടും. പൊതുവെ ഇന്ന് ആളുകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ തിന്മകളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിനോട് പൊറുക്കാനും സഹിക്കാനും ഒക്കെ നാം ശീലിക്കണം എന്നിടത്താണ് ആളുകൾ പലരും ഉള്ളത്. അല്ലെ, മൂപ്പർ നല്ലൊരു മനുഷ്യനാ, ഒന്നിനും എതിർക്കൂല, എന്തിനോട് മൂപ്പർ എത്ര പ്രസംഗിച്ചാലും ആരും വിമർശിക്കൂല, ആരും കുറ്റം പറയില്ല. വലിയ പോരിശായിട്ട് പറയാണ്,
അങ്ങനത്തെ ആളുകൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. പല ആളുകൾക്ക് ആർക്കും വിമർശ ഇഷ്ടമല്ല. നിസ്കരിക്കാത്ത ഒരാൾക്ക് നിസ്കാരത്തിന്റെ ഗൗരവം, നിസ്കരിക്കാത്തവന്റെ ശിക്ഷയും പറഞ്ഞാൽ അവന് ദേഷ്യം വരും. കള്ളുകൂടിയെ പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. വ്യഭിചാരമുള്ളവന് വ്യഭിചാരത്തെ പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. നുണയനും ഏഷണിക്കാരനുമായ ആൾക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കുക എന്നുള്ളത് പറ്റൂല. അത് നമ്മുടെ എല്ലാവരെയും കടമയാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ടാവും. അത് പറയാൻ നമ്മൾ മടിച്ചു നിൽക്കരുത്. പക്ഷെ നമുക്കുള്ള ബേജാറാവുന്നല്ല, ഞാൻ അതൊക്കെ പറയാൻ പോയാൽ പിന്നെ ഞാൻ അതനുസരിച്ച് ജീവിക്കണ്ടേ. സിനിമക്ക് പോകാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ സിനിമക്ക് പോകാൻ പറ്റൂല്ലോ. സീരിയൽ കാണാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ സീരിയൽ പറ്റൂല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു സീരിയൽ നമുക്കും കാണണമെങ്കിൽ സീരിയൽ നമ്മൾ എതിർക്കാതിരിക്കണ്ടേ? അങ്ങനെയാണ്. സ്ത്രീധനം വാങ്ങുന്നതിനെ എതിർത്താ പിന്നെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുമ്പോ സ്ത്രീധനം വാങ്ങാൻ പറ്റൂലല്ലോ. ആഭരണ പ്രഭത്തെ എതിർത്താ പിന്നെ എനിക്ക് 50 പവനോ 100 പവനോ ഒന്നും എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുമ്പോ വാങ്ങാൻ പറ്റൂലല്ലോ. അവിടെ അതിനെ എതിർക്കാതിരിക്കുക. ഈ ഒരു ശൈലി നമ്മൾ നന്നാവാൻ തയ്യാറില്ല. അതുകൊണ്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഒരു ചെയ്യണേ ഞാനും പറയണ്ട, ഞാൻ ചെയ്യുന്ന അവരും പറയണ്ട എന്നൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു മുഖവുര നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. ഇനി നിങ്ങൾ നോക്ക്, ജൂത ക്രിസ്ത്യാനികളെ മാർഗം നമ്മൾ പിൻപറ്റുന്നു എന്നതിന് ചെറിയ ചെറിയ ഉദാഹരണം നിങ്ങൾ ഗൾഫ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാത്രമല്ല, നാട്ടിലുണ്ട്. നമ്മൾ ജനുവരി വന്നാൽ ഡിസംബർ തന്നെ നമ്മൾ ന്യൂ ഇയർ കാർഡ് വാങ്ങും അല്ലേ? എന്നിട്ട് എന്താ ഹാപ്പി ന്യൂ ഇയർ ഫ്രം സൗദ. ആർക്ക്? അതുപോലെ വേറൊരു മുസ്ലിം പെണ്ണിന് ജമീലാക്ക് അല്ലെ ഫ്രം അബൂബക്കർ ടു അബ്ദുള്ള. ഹാപ്പി ന്യൂ ഇയർ, സന്തോഷകരമായ പുതുവർഷം. ആർക്ക്? അച്ചായന്റെ വർഷം. അത് ഹിജറ വർഷം അല്ലത്. ഇനി ഹിജറ വർഷം തന്നെയൊക്കെ ദുൽഹജ്ജ് കഴിഞ്ഞിട്ട് മുഹറം പറക്കുമ്പോ അള്ളാന്റെ റസൂൽ ഇങ്ങനെ എല്ലാരെയും കണ്ടാല് ഇങ്ങനെ എന്ന് പറഞ്ഞീന്നോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കാർഡുകൾ അയക്കല്, ഹാപ്പി ക്രിസ്മസ് കാർഡുകൾ അയക്കല്, ഇതെല്ലാം ക്രിസ്ത്യാനിയും ജൂതനും തുടങ്ങിയതാണ്. അത് നമ്മുടെ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് അത് കടകളുടെ മുമ്പിലൊക്കെ എഴുതി വെക്കും അല്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും തന്നെ ഓണം വന്നാൽ എന്താ അറിയും? ഓണം ആശംസകൾ അല്ലേ? വിഷു വന്നാൽ വിഷു ആശംസകൾ, ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് ആശംസകൾ, റമളാൻ വന്നാൽ റമളാൻ ആശംസകൾ. എല്ലാവരുടെ കച്ചവടം നമുക്ക് വേണം. എല്ലാരും നമ്മൾ ആശംസിക്കണം. കണ്ടോ ഈ ഒരു സ്വഭാവം? അത് ക്രിസ്ത്യാനിന്റെ ജൂതന്റെ പരിപാടിയാ. അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ കൊണ്ടാടുന്ന ഒരു പരിപാടി ഉണ്ട്. മോള് വന്നിട്ട് പറയാണ്, ഉമ്മ എന്റെ അടുത്തിരിക്കുന്ന ലൈലാമ്മന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങൾക്കൊക്കെ മിഠായി കിട്ടി. എന്റെ ബർത്ത്ഡേ എന്നമ്മ? മോളെ നിന്റെ ബർത്ത്ഡേ ജനുവരി 7. എന്നാ എനിക്കൊന്നും ഉമ്മ മിഠായി? ഓ ഉപ്പാനോട് പറയാലോ. ഉപ്പാനോട് പറഞ്ഞ് മാത്രല്ല, അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബർത്ത്ഡേക്ക് അച്ചായന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ അബൂബക്കറും ജമീലും പോവുകയാണ് മക്കളെയും കൂട്ടിയിട്ട്. എന്നിട്ട് അവിടെ ബർത്ത്ഡേ പാർട്ടി, അച്ഛൻ വന്നിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് കേക്ക് മുറിക്കാനായി എല്ലാവരും നെണീറ്റിക്കുക. എന്നിട്ട് കേക്ക് മുറിക്കുക. ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു, എല്ലാവരും പാട്ടും പാടി കേക്ക് മുറിച്ച്. 8ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ 8 എഴുതിയിട്ടുണ്ടാവും, അത് ഊതിക്കെടുക്കും. എങ്ങനെയുണ്ട്? എന്നിട്ട് പറയാണ്, നമ്മളെ കുട്ടി പറയാണ്, ഉമ്മ ഞമ്മക്കും അങ്ങനെ ഉണ്ടാക്കണ്ടേ? എന്നിട്ട് എല്ലാരും വന്ന എല്ലാരും ഫോട്ടോ, എന്നിട്ട് ബർത്ത്ഡേ ആൽബം അല്ലെ? ഇതൊക്കെ നമുക്ക് ജൂതന്റെയും ക്രിസ്ത്യാനിയും സ്വഭാവമാണ്. ഇസ്ലാമിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും കൊണ്ടാടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ടോ? ക്രിസ്ത്യാനി ക്രിസ്മസ് കൊണ്ടാടുന്നു, ക്രിസ്തുവിന്റെ ജന്മദിനാണ്, നമുക്ക് പാടുണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് മറ്റു പലരുടെയും ആചാരങ്ങളെ, മറ്റു പലരുടെയും രീതികളെ നമ്മൾ അറിയാതെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ, ജൂതന്റെ ക്രിസ്ത്യാനി മാർഗത്തിലേക്ക് ഞങ്ങൾ ചേർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇനി ഇതുപോലെ വേറെ ചില സംഭവങ്ങള്. ഇപ്പോ ബറാത്ത് രാവ്, ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബറാത്ത് രാവിന് ചക്കരച്ചോറ് കൊണ്ടുവന്നു. ഉത്തരേന്ത്യക്കാരോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരോ കേരളക്കാരോ മലബാരികൾ ആരാകട്ടെ, അടുത്ത വീട്ടിൽ നിന്ന് നല്ല പലഹാരം ഭക്ഷണം കൊണ്ടുവന്നു. എന്നും ഇല്ലാത്തൊരു പുതിയൊരു പലഹാരം കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ പുതിയൊരു നെയ്ച്ചോറ് ബിരിയാണിയോ കൊണ്ടുപോകുന്ന അന്വേഷിക്കണ്ടേ? അന്വേഷിക്കൂല. അന്വേഷിച്ചാൽ അവർക്കറിയാം ഇന്ന് ശഅബാൻ 15 ബറാത്തിന്റെ ചോറാണ്. അപ്പൊ നമ്മള് അത് ബറാത്ത് തെറ്റാണ്. ശഅബാൻ 15 ഒരു ആഘോഷം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ അവതരിച്ച മാസം റമളാനിലാണ്, ലൈലത്തുൽ ഖദർ റമളാനിലാണ്, അന്നാണ് ഖുർആൻ ഇറങ്ങിയത്, ശഅബാൻ 15 ഇതൊക്കെ ഖുത്ബയിൽ കേട്ടിട്ടുണ്ടാവും, CD കേട്ടിട്ടുണ്ടാവും. അന്ന് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കൽ തനിച്ച ബിദ്അത്താണ്, അനാചാരമാണ്. അപ്പൊ ആ ഭക്ഷണം കൊണ്ടുവരുന്നവരോട് പറയണ്ടേ? നമ്മളത് പറയൊന്നും വേണ്ട, നമ്മള് വാങ്ങി വെച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് ഓല് പോയിട്ട് അങ്ങ് ഗുമാമയ്ക്ക് കൊട്ടിയാ മതി. പറഞ്ഞാ ബോധ്യപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം.
എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് ദിവസം എന്ത് ഭക്ഷണം കൊണ്ടുവന്നാലും ഹലാലായ ഭക്ഷണം ഞങ്ങൾ കഴിക്കും. പക്ഷെ ഇത് ഇസ്ലാമിൽ ഇല്ലാത്തൊരാഘോഷത്തിന്റെ പേരിലാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട. അതുപോലെ ഓണത്തിന് കൊണ്ടുവന്നാൽ നമ്മൾ പറഞ്ഞു, ഓണത്തിന് മുമ്പ് തന്നെ അവരോട് പറയണം. ഓണത്തിന് 1-2 ദിവസം മുമ്പ് അവർ വീട്ടിൽ പോയിട്ട് പറയാ, ഞങ്ങളിങ്ങനെ ഓണൊക്കെ വരാൻ പോവല്ലേ, അപ്പൊ നിങ്ങൾ അഞ്ഞി അങ്ങോട്ട് ഭക്ഷണം ഒന്നും കൊണ്ടുവരാം, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ഓണത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചു വന്നാണ് അവരോട് പറഞ്ഞാൽ മതി. ഓണം എന്ന് പറഞ്ഞത് ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആഘോഷമാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാമിന്റെ മക്കൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുവരണ്ട. അത് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുക ആ രൂപത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദീപാവലിക്ക് മിഠായി കൊണ്ടുവരും അല്ലേ? തമിഴ്നാട്ടിലായിരിക്കും, നമ്മുടെ നാട്ടിൽ അധിക കച്ചവടക്കാർ ഹോൾസെയിൽ ആള്. അപ്പൊ അവരിങ്ങനെ ദീപാവലിക്ക് മിഠായി കൊടുത്തേക്കും, എന്നിട്ട് എല്ലാ കച്ചവടക്കാർക്കും കൊടുക്കുക ദീപാവലി മിഠായി അല്ലേ? ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങളല്ലാതെ നമ്മൾ ആചരിക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ ആളുകളോടൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ബദരീങ്ങളാണ്ടിന് പത്തിരി ഇട്ടിട്ട് കൊടുത്തയച്ചാല് നമുക്ക് തിന്നാൻ പറ്റുമോ? ഈ ബദരീങ്ങളാണ്ട് എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം നടന്നതിന്റെ കൊല്ലം തികയുന്ന ദിവസം. ബദർ യുദ്ധം നടന്നത് റമളാൻ 17-നാ. റമളാൻ 17 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് ഹിജറ 2-ാം വർഷം. പിന്നെയും 8 കൊല്ലം അവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. 7 ബദരീങ്ങളാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്, 7-8 ബദരീങ്ങളാണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ആണ്ട് കൊണ്ടാടിയോ? അങ്ങനെ ബദരീങ്ങളാണ്ടി എന്നൊരു വർത്താനം തന്നെ അവിടെ ഉണ്ടായിരുന്നോ? പണ്ടൊക്കെ മരിച്ചതിന്റെ പേരിൽ ആണ്ട് ഉണ്ടാക്കൽ, ഇപ്പോ ബദറിന്റെ പേരിലാണ്ട്, ഒഹദിന്റെ പേരിലാണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് അല്ലെങ്കിൽ ബദരീങ്ങളാണ്ടിന്റെ പേരിൽ അരി വിതരണം മഹലിലെല്ലാവരും. നമ്മളെ വീട്ടിൽ കൊടുത്തയച്ചാലോ? അതിനിപ്പോ നമ്മളതിനെ എതിർക്കാനൊന്നും വേണ്ട, നമ്മളൊന്ന് വാങ്ങി വെച്ചാൽ പോലെ അരിക്കിപ്പോ എന്താ കുഴപ്പം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാനിതൊക്കെ പറഞ്ഞെന്തിനാണെന്നറിയോ? ചില ആളൊക്കെ പറയും ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നല്ലേ. എല്ലാത്തിനും നമുക്ക് ക്ഷണിച്ചാൽ പോകാൻ പറ്റുമോ? നമ്മുടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോ എന്താണ് അവിടെ പ്രത്യേക പരിപാടി? ബാപ്പ മരിച്ച 40 തികയണ അടിയന്തരാണോ? അല്ലെ കണ്ണോക്കാണോ? അല്ല ഭാര്യ പ്രസവിച്ചിട്ട് 40 തികയുന്ന പെറ്റണീക്കലാണോ? അല്ല മരുമകളെ ഗർഭം കാണാൻ പള്ള കാണാൻ വരുന്ന ദിവസമാണോ? ഇതൊക്കെ ചോദിക്കണ്ടേ? ഭക്ഷണം ഉണ്ട്, നിങ്ങൾ വരണം, പാഞ്ഞു പോകുന്നേ. അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂല. ഒരു കല്യാണത്തിന് നമ്മളെ വിളിച്ചാൽ നമ്മൾ അന്വേഷിക്കണം, അവിടെ പാട്ട് കച്ചേരി ഉണ്ടോ, മ്യൂസിക് ഉണ്ടോ, പടക്കം പൊട്ടിക്കലുണ്ടോ, ഇതൊക്കെ ചോദിക്കണം. ഉണ്ടെങ്കിൽ നമുക്കവിടെ പോകാൻ പറ്റൂല. പല കല്യാണങ്ങൾക്ക് നമുക്ക് ഇറങ്ങിപ്പോണ്ടിരും, ചെണ്ടമുട്ടും വാദ്യമേളവും ആന അമ്പാരിയൊക്കെ കല്യാണത്തിനുണ്ടെങ്കിൽ, അന്യ സമുദായങ്ങൾ ആഘോഷങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, നിറപറയും നിലവിളക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. മുസ്ലിമായ കല്യാണത്തിന്, മുസ്ലിമിന്റെ കല്യാണത്തിന് പറ്റൂല. അപ്പൊ നമ്മൾ ഇസ്ലാം ഇഷ്ടപ്പെടുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ അന്യമായ ഇത്തരം ആചാരങ്ങളെ, ഇത്തരം സ്വഭാവങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇവിടെ ആ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ ഒരു ചാൻസ് കിട്ടാണ്. എന്ത് വള്ളാണല്ലായാലും വേണ്ട, ഇവിടുന്ന് ഒന്നുണ്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഔട്ടിങ്ങിന് അവസരം കിട്ടുക എന്ന നിലയ്ക്ക് എല്ലാത്തിനും പോവുക എന്നത് ശരിയല്ല. നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവരെയോ സുഹൃത്തുക്കളെയോ ഒക്കെ സന്ദർശിക്കാലോ. ഭക്ഷണമുണ്ടാക്കി പ്രത്യേക സന്ദർഭത്തിൽ ക്ഷണിച്ചാൽ മാത്രമേ പോകുന്നുണ്ടോ? അങ്ങനാണ് ഇപ്പൊ നമ്മള് നിങ്ങൾ വെറുതെ ഞാനും എന്റെ ഭാര്യ എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്നപ്പോ എന്തെങ്കിലും പോകുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല, വെറുതെ കളിക്കുന്ന കാണാന്. അല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചെല്ലാവൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഇപ്പൊ വന്നിട്ടുണ്ട്. അത് മാറണം. മാത്രമല്ല, നമ്മളൊരാൾ ക്ഷണിച്ചെങ്കിൽ നമ്മളെ വീട്ടിൽ വരുമോന്ന് വെച്ച് വന്നിട്ട് നമ്മൾ കാര്യമായി സ്പെഷ്യൽ ഭക്ഷണം ഇതൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ തമാശ പറയും, ഇതിനെപ്പോ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കും. വന്നിട്ട് ഇപ്പൊ എന്തേ കിട്ടി? അപ്പൊ ആളുകൾ സ്നേഹിക്കുന്നത് മനുഷ്യരെയല്ല, ഭക്ഷണത്തെയാണ് സ്നേഹിക്കുന്നത്. ബിരിയാണിയാണ് സ്നേഹിക്കുന്നത്, കോഴി പൊരിച്ചതിനെ സ്നേഹിക്കുന്നത്, ആട് പൊരിച്ചതിനെ സ്നേഹിക്കുന്നത്, അല്ലാതെ മനുഷ്യനല്ല സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സൽക്കാരങ്ങൾക്ക് പകരം സൗഹൃദ സന്ദർശനങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒരതിഥി വന്നാൽ യാതൊരു പ്രയാസവുമില്ലാതെ അവരെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സഹോദരിമാർക്കുണ്ടാകണം. ഒരു ഭർത്താവിന്റെ കൂടെ അപരിചിതനായ ഒരാളും കൂടി ഭക്ഷണത്തിന് കണ്ട കണ്ണും മോറും കൊണ്ട് ചോക്കും, നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ഞാൻ ഇന്നലത്തെ ചാറ് ഇവിടെ തിളപ്പിച്ച് ചൂടാക്കി വെച്ചിരിക്കല്ലേ, എന്താണ് അങ്ങനെ? ഭയങ്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന മാതിരിയാ. SIന്റെ ചോദ്യം വരും, 4 ചാട്ടം തന്നെ നേരെ. പിന്നെ ഒരു മനുഷ്യനോ വീട്ടിൽ കൊണ്ടുപോകില്ല. എന്താണ് സഹോദരി 10 മിനിറ്റ് അവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു കറി അല്ലെ? എന്ത് 10 25 മിനിറ്റ് അതുവരെയൊക്കെ എന്തൊരു ചായ എന്തെങ്കിലും കൊടുത്ത് കുറച്ചേരം അവിടെ ഇരുത്തിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ, ഒരു വെറുപ്പും കാണിക്കാതെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ സഹോദരിമാര് സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ മാത്രമേ ആൾക്ക് കൊടുത്തോടൂ എന്നാണ്.
നമ്മുടെ വീട്ടിൽ വരുന്നവർ നാം കഴിക്കുന്നവരാണ്. നമ്മളൊരാൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ വിചാരിക്കും അവരുടെ വീട്ടിൽ എന്നും ഇങ്ങനെ ആയിരിക്കുന്നു. അല്ല, നമ്മളൊന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ തന്നെ അവർ മനസ്സിലാക്കുക. ആ നിലക്ക് നമ്മൾ കാര്യങ്ങളെ കാണാൻ തയ്യാറാകണം എന്ന് എന്റെ സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ ജൂത ക്രിസ്ത്യാനികളുടെ അനുകരണത്തിന്റെ കാര്യം, കുട്ടികളുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ ആളുകള് പലപ്പോഴും ആ ഡ്രസ്സിൽ അനുകരിക്കുന്ന ആരെ? ഇപ്പൊ പെൺകുട്ടികള് ഇപ്പൊ ഗൾഫിലൊക്കെ വന്ന് കുറച്ച് പൈസക്കായി എന്ന് കണ്ടാ പിന്നെ പഠിക്കണ സ്കൂളില്, ആ സ്കൂൾ എന്താ നല്ല എഡ്യൂക്കേഷനാ, പക്ഷേ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയാലും കാൽമുട്ട് താഴെ വസ്ത്രം പാടില്ല, മുട്ടുവരെയുള്ള സ്കർട്ട്, അരക്കയ്യ് കുപ്പായം, തട്ടടാനും പാടില്ല. ഇങ്ങനത്തെ സ്കൂളിലാണ് നമ്മൾ കൊണ്ടുപോയി ചേർക്കണത്. ഓ, എന്താണ് ആ സ്കൂൾ എഡ്യൂക്കേഷൻ, 100% 100% റിസൾട്ടാ. എല്ലാ ചാൻഡി സ്കൂളായിരിക്കും. ഇസ്ലാമിക വേഷം ധരിക്കാൻ അവിടെ അനുവാദം ഉണ്ടായിരിക്കൂല. എന്നാ വേഷം ധരിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള തന്റെ ഇടം രക്ഷിതാവിനുണ്ടോ? അതുമില്ല. എന്നിട്ട് കുട്ടികൾ അങ്ങനത്തെ സ്കൂളുകളിലൊക്കെയാ കൊണ്ടുപോയി ചേർക്കുന്നത്. എന്നിട്ട് ഉമ്മങ്ങനെ നല്ല മുഖമക്കനെയും പറുതിയും ഒക്കെ ഇട്ടുണ്ടാവും, ബാപ്പ തൊപ്പിയും നിസ്കാരത്തായ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ കൂടെ നടക്കണ മോളെ കണ്ടാലോ ടൈറ്റ് ഫിറ്റ് ജീൻസും ടീഷർട്ടും, എന്നിട്ട് കൂർപ്പുള്ളൊരു ചെരുപ്പും, നടക്കണ വീണു പോകുന്നു വിചാരിക്കും. അല്ലെങ്കിൽ പാവാടയാണെങ്കിൽ തന്നെ കാല് ഒരടി നീട്ടി വെക്കാൻ പറ്റില്ല, അത്ര ടിക് ടിക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. നായ പിന്നാലെ കൂടിയാ കെട്ടിമറിഞ്ഞ് വീഴല്ലാതെ ഓടാൻ പറ്റൂല. ആ ജാതി ഡ്രസ്സ്, ഇതൊക്കെ ആരുടെ ഡ്രസ്സാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ലഅനല്ലാഹു റജുല യൽബസു ലിബ്സത്തൽ മർഅതി വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി. കണ്ടോ, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ആണുങ്ങളോട് സാദൃശ്യം കാണിക്കുന്ന, ഡ്രസ്സിൽ സാദൃശ്യം കാണിക്കുന്ന പെണ്ണ് ആണുങ്ങളുടെ ഡ്രസ്സാ ജീൻസും ടീഷർട്ടും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി വെച്ച് നീട്ടല, മുടി നീട്ടാൻ വേണ്ടിയിട്ട് കള്ളമുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരയോളം താന്നു നിൽക്കണം. ഇപ്പൊ മുടി ബോബിയല്ല, ആണുങ്ങളെ പോലെ ആക്കല അല്ലെ? അതിന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അതിനു വേണ്ടി ഒരുങ്ങാണ്. ഇതൊക്കെ ദീനുള്ള വീട്ടിലെ പെൺകുട്ടികൾ ചെയ്യുമ്പോ എന്തൊരാപത്തിലേക്കാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ജൂതന്റെയും ക്രിസ്ത്യാനികളുടെയും സ്വഭാവമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷൻ, പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പെണ്ണ്, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ലഅനല്ലാഹുൽ വാശിമാത്തി വൽ മുസ്തൗശിമാത്തി. കണ്ടോ, വഷ്മ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പച്ച കുത്തുക. പല കയ്യിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ എടുത്തിട്ട് ക്രിസ്ത്യാനികളാണെങ്കിൽ കുരിശ് പച്ച കുത്തും, ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ദൈവങ്ങളുടെ ചിത്രം പച്ച കുത്തും, പലതും പച്ച കുത്തും. അപ്പൊ നമ്മളെ ആളുകൾ പെണ്ണുങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് പച്ച കുത്തിയാൽ കാണാൻ നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ച കുത്തുന്നവളെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവളെയും അള്ളാഹു ശപിച്ചു. വന്നാമിസാത്തി വൽ മുത്തനമ്മിസാത്തി. നാമിസത്തന്നെ പുരികം പറിക്കുക. പുരികം പറിക്കുന്ന സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി പ്ലക്ക് ചെയ്യുക, പുരികം പ്ലക്ക് ചെയ്യണേ. അങ്ങനത്തെ ചില ബ്യൂട്ടി പാർലറിലൊക്കെ പോയത് പ്ലക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പുരികം പ്ലക്ക് ചെയ്യുന്ന ആളുകളെ, മുഖത്തുള്ള രോമം പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ, അതിനാവശ്യപ്പെടുന്ന പെണ്ണുങ്ങളെ, ഇത് ചെയ്തു കൊടുക്കുന്നവളെയും ചെയ്യാൻ ആവശ്യപ്പെടുന്നവളെയും ശപിച്ചിരിക്കുകയാണ്. വൽ മുത്തഫല്ലിജാത്തിൽ ഹുസ്നി. അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുക, സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിടവുള്ള പല്ലിനെ പിടിച്ചു കെട്ടലാണ് ഇപ്പോഴത്തെ സൗന്ദര്യം. പണ്ടത്തെ കാലത്ത് വിടവുണ്ടാക്കലായിരുന്നു. വൽ മുഗയ്യിറാത്തു ഖൽഖില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവർ. അതുപോലെ ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസിലത. മുടി കൂട്ടിച്ചേർക്കുന്നവളെയും കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കേവലം ചില അനുകരണങ്ങളുടെ പേരിലാണ് നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയിട്ടുള്ളത്. ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ്. പക്ഷെ ആ കുട്ടികൾ മാത്രം നരകത്ത് പോകൂല, ആ ഉമ്മാനും ഉപ്പാനും കൈ പിടിച്ച് വലിച്ചിട്ട് ആ കുട്ടികളെ നരകത്തിലേക്ക് പോകുള്ളൂ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി. ഒരു രക്ഷിതാവും തന്റെ കുട്ടിക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ദിവസത്തെ നിങ്ങൾ പേടിക്കണം. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. ഒരു സന്താനവും തന്റെ രക്ഷിതാവിനും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം, അങ്ങനെയുള്ള ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ബാപ്പ മക്കൾക്കോ ഉമ്മ മക്കൾക്കോ മക്കൾ ഉമ്മാക്കോ ബാപ്പാക്കോ ഒരു ഉപകാരം ചെയ്യാത്ത ദിവസം, ആ ദിവസത്തെ ഭയപ്പെടുവീൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഇതൊന്നും വെറുതെ കഥ പറയല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്.
ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അതുകൊണ്ട് ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അതിവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരിമാരെ, പരലോകത്തെ ഭയപ്പെടുക, റബ്ബ് കാണുന്നു എന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കുക. നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഡ്രസ്സ് ഇസ്ലാമികമായിരിക്കുക. പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും സൈഡ് ഓപ്പൺ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ സൈഡൊക്കെ അങ്ങനെ കാണണം. പക്ഷെ നമ്മളെ പെണ്ണുങ്ങൾ എന്താ ചിന്തിക്കണറിയോ? ഇവിടെ ശരീരത്തിന്റെ പകുതിയിലധികം സ്ഥലം പുറത്തു കാട്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, അവരെക്കാളൊക്കെ നമ്മൾ മെച്ചല്ലേനാ. നമ്മൾ അങ്ങനെയല്ല കണക്കൂട്ടേണ്ടത്. ദീനിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളെ നോക്കി അതുപോലെ ആകാൻ ശ്രമിക്കാൻ വേണ്ടി. ഒരു ദീനുമില്ലാത്ത മതനിഷേധികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും തമ്മാടികളും താന്തോന്നികളും എന്തൊക്കെ ചെയ്യും? അവരെക്കാൾ ഞാൻ മെച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചോന്റെ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ അനുകരണം പഠിപ്പിക്കേണ്ടത് ഇസ്ലാമികമായ വ്യക്തിത്വങ്ങളെയാണ്, അവരെ അനുകരിക്കേണ്ടത്. ഇപ്പൊ പർദ്ദ ധരിക്കുകയാണെങ്കിൽ തന്നെ അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ശരീരം മുഴുവൻ മൂടുന്ന പർദ്ദയായിരിക്കണം. അതന്നെ ശരീരത്തിൽ ഇറുകിപ്പിടിച്ചു നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന, ശരീരത്തിന്റെ ചുക്കി ചുളിവുകളിലൊക്കെ ഒഴുകി നടക്കുന്ന കട്ടി കുറഞ്ഞ പർദ്ദയാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ വിശാലമായ പർദ്ദ, കട്ടിയുള്ള തുണി കൊണ്ടടിച്ച പർദ്ദ, പിന്നെ പർദ്ദ തന്നെ സ്വയം ആകർഷണീയമാകരുത്. ഇപ്പൊ ഇവിടെ കണ്ട് പല പർദ്ദക്ക് എംബ്രോയിഡറി വെച്ചിട്ട് ഇങ്ങോട്ട് കയ്യുമ്മൽ കുറെ എംബ്രോയിഡറി, നെഞ്ചത്ത് കുറെ എംബ്രോയിഡറി. ഒരു പെണ്ണിങ്ങനെ പർദ്ദട്ട് വരുന്നുണ്ടാ നെറ്റിപ്പട്ടം കെട്ടി ആനക്കുട്ടി വരികയാൻ തോന്നും അല്ലെ? പർദ്ദ ആണെങ്കിലൊന്ന് നോക്കിപ്പോകും, അജാതി പർദ്ദയാണ് എന്നാ പറയാ അല്ലെ? നമ്മുടെ നാട്ടിലുണ്ട് കണ്ണാടി ഒപ്പിക്കുക, എംബ്രോയിഡറി സ്റ്റിച്ച്, എത്ര പൈസ അതിനൊക്കെ. ഒരു പർദ്ദ തയ്ച്ചു വരുമ്പോൾ 2000-3000 രൂപയാണ് തയ്ക്കാൻ മാത്രം. അത്രമാത്രം അലങ്കാരങ്ങൾ. എന്തിനാണ് സഹോദരി പർദ്ദ നിശ്ചയിച്ചത്? ശരീരത്തിന്റെ അഴക് മറച്ചു വെക്കാനാണ്. ശരീരത്തിന്റെ അലങ്കാരം, സൗന്ദര്യം മറച്ചു വെക്കാനാ പർദ്ദ. മനസ്സിലായില്ലേ? അത് എടുത്തു കാണിക്കുന്ന തരത്തിൽ, ശരീരത്തിനെ മാറ്റി കൂട്ടുന്ന തരത്തിൽ, സൗന്ദര്യം ദ്വിഗുണീഭവിക്കുന്ന തരത്തിൽ നമ്മുടെ വസ്ത്രം തന്നെ ആ രൂപത്തിലായാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടൊരിക്കലും പർദ്ദ ആകർഷണീയമാവരുത്, ഇറുകിയതാവരുത്. ചില പെണ്ണുങ്ങൾ ഈ ബോഡി ഷേപ്പ് പർദ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കക്ഷത്തിന്റെ താഴെ ഒന്നും ഇങ്ങോട്ട് കുടുക്കിയാൽ എന്തായി? പൃഷ്ഠഭാഗം പിൻഭാഗം ഒക്കെ ഇങ്ങനെ മുഴച്ചും താഴ്ച്ചും കാണും, മാറിടും. അങ്ങനെ തന്നെ അതിന് ചെറിയ ഒരു മഫ്ത ഉണ്ടാകുക. ഇസ്ലാമിലെ മഫ്ത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വല്യഹിന്ന അലാ ജിയൂബിഹിന്ന, തല മറക്കുന്ന വസ്ത്രം മാറത്തേക്ക് താത്തിയിടണം. അതാ ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായില്ലേ? അപ്പൊ മാറ് പർദ്ദോണ്ട് മറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ ഷെയ്പ്പ് കാണാൻ പാടില്ല, അതിന്റെ രൂപം പുറത്ത് കാണാൻ പാടില്ല. എന്തൊരു ആഭാസകരമാണ് അത് രൂപം പുറത്ത് കാണിച്ച് നടക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരത് പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ മഫ്തയാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടുത്തെ അറബികളെ തട്ടന്മാര് നമ്മളെ നാട്ടിലെ മഫ്ത, മുൻഭാഗത്തേക്ക് ഒരു കൂർപ്പും ബാക്കിലേക്ക് ഒരു കൂർപ്പും, രണ്ട് സൈഡും നല്ലോണം കാണാം. ഈ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ പല ഭാഗങ്ങളും തെളിഞ്ഞു കാണാം. ഇങ്ങനത്തെ അവസ്ഥ പാടില്ല. ഈ തോൾക്കയ്യു കൂടി മറയുന്ന തരത്തിൽ വട്ടത്തിലുള്ള മഫ്തയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ വലിയ മഫ്തക്ക് സെലഫി തട്ടെന്ന പേര് തന്നെ. പീടിയ ചെന്നാൽ വലിയ തട്ടെന്ന സെലഫി തട്ടാണ് വേണ്ടത്. ഇപ്പൊ സെലഫിയിലിപ്പോ അങ്ങനെ ഡ്രസ് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കൂലി കിട്ടും, യാതൊരു സംശയമല്ല. ഈ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിച്ചാൽ, നിങ്ങളെ ശരീരം മറച്ചു വെച്ചാൽ, നിങ്ങളെ കുട്ടികൾ അത് പഠിച്ചാൽ, അത് വലിയ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ പെൺകുട്ടികളെ വളർന്നു വരുന്നതിനനുസരിച്ച് ഔറത്ത് കാണിക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞു പഠിപ്പിക്കണം. ഉമ്മാക്ക് ഔറത്ത് കാണിക്കുന്നതിൽ യാതൊരു മടിയില്ലെങ്കിൽ മക്കൾക്കുണ്ടാവില്ല. അന്യപുരുഷന്മാര് കാണുന്നതിലോ അന്യപുരുഷന്മാർ നോക്കി ആസ്വദിക്കുന്നതിലോ ഉമ്മാക്കൊരു പ്രശ്നമല്ലെങ്കിൽ മക്കളും അങ്ങനെ തന്നെയാണ് വളർന്നു വരിക. അന്യപുരുഷന്മാരെ പ്രത്യക്ഷപ്പെടുന്നതിലും അവരോട് സംസാരിക്കുന്നതിലും കൊഞ്ചിക്കൊഴയുന്നുണ്ടോ ഉമ്മ, മോളും കൊഞ്ചിക്കൊഴയും, യാതൊരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാതൃകകളായിരിക്കണമെന്നാണ് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഈ വക ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പർദ്ദ ധരിക്കുകയാണെങ്കിൽ പോലും ധരിക്കേണ്ടത്. അതുപോലെ ഔറത്തിലേക്ക് നോക്കുന്നത് കുറ്റകരമായിട്ടാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാല് ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്കോ നോക്കരുത്. വലാ യുഫ്ലി റജുലു, അതുപോലെ തന്നെ ഒരു പുരുഷനും വലാ യുഫ്ലി റജുലു ഇല റജുലി ഫീ സൗബിൻ വാഹിദ്, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോട് ഇഴകിച്ചേർന്നുകൊണ്ട് ഒരു വസ്ത്രത്തിൽ കഴിഞ്ഞുകൂടരുത്. വലാ തുഫ്ലിൽ മർഅതു ഇലൽ മർഅതി ഫീ സൗബി വാഹിദ്, ഒരു പെണ്ണും മറ്റൊരു പെണ്ണും ഒരു വസ്ത്രത്തിനുള്ളിൽ ഇഴുകിച്ചേർന്ന് ഇരിക്കെ കിടക്കൊന്നും ചെയ്യാൻ പാടില്ല. ഒറ്റ പുതപ്പിൽ കിടക്കുക ഒരാണും പാടില്ല. രാത്രി ആങ്ങളെയും പെങ്ങളും ആണെങ്കിലും പറ്റൂല.
ജ്യേഷ്ഠനും അനിയനും ആണെങ്കിലും പറ്റില്ല, ജ്യേഷ്ഠത്തി അനിയത്തി ആണെങ്കിലും പറ്റില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വേറെ വേറെ പുതപ്പ് കൊടുക്കണം. ചില ആളുകൾ പറയും ഞാനും ഓനും ഗൾഫിൽ ഒരു പുതപ്പിൽ കടന്നോൻ ആ 10 അല്ല. വലിയ സ്നേഹം പറയണതാ. കിടക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയണത്. കാരണം എന്താ, ഔറത്ത് പരസ്പരം സ്പർശിക്കാനും തൊടാനും ഒക്കെ ഇടയാകും. അവിടെ ഓരോരുത്തർക്കും വേറെ വേറെ പുതപ്പ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, 7 വയസ്സായ കുട്ടികൾ നിസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നതിൽ രക്ഷിതാക്കൾ അവരെ അടിക്കണം. അതുവരെ നമ്മളെ ഹദീസ് പറയലുള്ളൂ. അതിന്റെ അവസാന ഒരു വാക്ക് കൂടി ഉണ്ട്. എന്താ അറിയോ, വഫർരിഖൂ ബൈനഹും ഫിൽ മലാജിഇ. അത് പലരും കേട്ടിട്ടില്ല. കിടപ്പറയിൽ അവരെ വേർപെടുത്തണം. 10 വയസ്സായ പിന്നെ കുട്ടികളെ ഒരു പുതപ്പിൽ കിടത്തരുത്. ഒരു റൂമിൽ കിടത്തട്ടെ, അനുജ അവിടെ ജ്യേഷ്ഠന് ഇവിടെ ഓരോ പുതപ്പ് കിടക്കാൻ. വലിയ കട്ടിലാണെങ്കിൽ 2 പുതപ്പ് കൊടുക്കുക, 2 തലേണ കൊടുക്കുക. ഒരു പുതപ്പിനുള്ളിൽ കിടക്കാൻ പാടില്ല. ചേട്ടത്തിന്റെ മോനും അനിയത്തിന്റെ മോനും ഏളാപ്പാന്റെ മോനും അമ്മാമന്റെ മോനും എല്ലാവരും കൂടി 4 പുതപ്പ്. അതിനുള്ളിലാണ് ചുരുണ്ടോളിയാറ്. അതല്ലാതെ എന്താ കാട്ടുക, വിരുന്ന് വന്നാണ്. അങ്ങനത്തെ വിരുന്ന് പോണ്ട. അല്ലെങ്കിൽ ഓരോ പുതപ്പ് കൊണ്ടേക്കോ. നിന്റെ കുട്ടിക്ക് പുതക്കാനുള്ള പുതപ്പ് നീ കയ്യിലെടുത്തൊരു ബെഡ്ഷീറ്റ്. അങ്ങനെ കിടക്കാൻ സൗകര്യം ഇല്ലാത്തടത്ത് കിടക്കണ്ട. രാത്രി 10 മണിന്റെ വീട്ടിൽ തിരിച്ചു പോന്നോ, പറ്റൂലെങ്കിൽ അങ്ങനെ വിരുന്ന് പോകണ്ട. ഇസ്ലാം ഒരു വലിയ സംസ്കാരം പഠിപ്പിക്കുന്ന മതമാണ്. അപ്പൊ ഔറത്ത് കാണിക്കുന്നതിലും അതുപോലെ നോക്കുന്നതിലും ഒക്കെ വലിയ നിയന്ത്രണം ഇസ്ലാമിലുണ്ട്. പക്ഷേ സിനിമയും സീരിയലും കണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ മറയൊക്കെ ഇന്ന് നീങ്ങി അല്ലേ. ആകെ അഴിച്ചിട്ട പെണ്ണിനെ ഉപ്പി ഉമ്മി ഇങ്ങനെ നോക്കി രസിക്കുക. അപ്പൊ കുട്ടി ഇങ്ങനെ നോക്ക, ഉമ്മ കാണുന്നുണ്ടപ്പാണ്. ഉമ്മി ഇപ്പി ആസ്വദിക്കാണ് സീരിയൽ കണ്ടിട്ട്. അപ്പൊ കുട്ടിക്ക് ഇരട്ട അനുവാദമായി. കൂടെ ഇരുന്ന് നോക്കാം, ഇനിയും നോക്കാം. കാരണം എന്താ, ഉമ്മയും ഇപ്പിയും ഒന്നും എതിർക്കുന്നില്ല. അശ്ലീല മോഫാക്കട അവിടെ നോക്കല്ലേ എന്ന് പറയേണ്ട വാപ്പി ഉമ്മയും എന്താ സീന് എന്നാണ് കണ്ടിരിക്കുക അല്ലേ. ഒറ്റയ്ക്കിരിക്കുന്ന പല സഹോദരിമാരും ഭർത്താവ് അങ്ങ് ജോലിക്ക് പോയി, കുട്ടികൾ സ്കൂൾക്കും പോയാൽ പിന്നെ എന്താ പണി, ഈ മസാല കണ്ടു കുത്തിരിക്കുക. എന്തു ചിന്തയാണ് സഹോദരിമാരെ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുക? നിങ്ങൾ ആഴ്ചയിലൊക്കെ ഖുർആൻ ക്ലാസ്സിന് വന്നിട്ടോ ജുമയ്ക്ക് പോയിട്ടോ കാര്യം ഉണ്ടാവുമോ? നിങ്ങൾ 5 വക്ത് നിസ്കരിച്ചിട്ട് കാര്യം നിങ്ങളെ മനസ്സ് ദുഷിക്കല്ലേ. അതേ സമയത്ത് ഖുർആന്റെ കാസ്റ്റിങ്ങൾ കേൾക്കേ, ആണിനെ നോക്കിയിരിക്കുന്നത് പോലെയല്ല ആണ് പെണ്ണിനെ നോക്കിയിരിക്കുന്നതും പെണ്ണ് ആണിനെ നോക്കിയിരിക്കുന്നതും. അപ്പൊ സഹോദരിമാര് ഒരുപാട് ഒഴിവ് സമയം നിങ്ങൾക്ക് കിട്ടുമ്പോ നിങ്ങളത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. അല്ലാത്ത പക്ഷം പിശാച് പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോ ഫിലിമിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും അതുപോലെ തന്നെ പൈങ്കിളി സാഹിത്യത്തിലായാലും അശ്ലീലം നോക്കുന്നതും കാണുന്നതും കാണിച്ചു കൊടുക്കുന്നതുമെല്ലാം വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരിമാരെ, ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞ ആണും പെണ്ണും കൂടിക്കലരൽ എവിടെയായാലും ഇസ്ലാം അത് വിരോധിച്ചിട്ടുണ്ട്. ഇപ്പോ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങള് സലാം വീട്ടിയാൽ ഉടനെ പെണ്ണുങ്ങൾ എണീറ്റ് പോണെന്നാ. അവരെ ദിക്റും ദുആയും സുന്നത്തസ്കാരൊക്കെ വീട്ടുന്ന. അത് ആ ഹദീസ് പറഞ്ഞ ഉടനെ റാവി പറയുന്നുണ്ട്, അത് എന്തിനാ പറഞ്ഞത്? ഇമാമ് ആ പെണ്ണുങ്ങൾ പോയി തീരുന്നവരെ അവിടെ ഇരിക്കണം. ഇമാം എണീറ്റ ആണുങ്ങളായ മഅ്മൂമിങ്ങൾ എണീക്കും, അവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പൊ ആണും പെണ്ണും വഴിയിൽ കൂടിക്കലരും. അത് കൂടിക്കലരാതിരിക്കാൻ വേണ്ടി സലാം വീട്ടിയ ഉടനെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? വേഗം എണീറ്റ് പോകണം. ഇപ്പൊ പള്ളിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പള്ളിയിൽ വരുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം വരുന്നത്. ആണും പെണ്ണും കൂടിക്കലർന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമികമായ വേഷം ധരിക്കാതെ ഒരു പെണ്ണ് പള്ളിയിൽ വരാൻ പാടില്ല. സൈഡ് ഓപ്പൺ ചുരിദാറും ടൈറ്റ് ഫിറ്റ് ജീൻസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിസ്കാര കുപ്പായം ബാഗിൽ കൊണ്ടുവരിക. എന്നിട്ട് പള്ളിന്റെ അവിടെ എത്തുമ്പോ പർദ്ദന്റെ ഇടുക. എന്നിട്ട് പള്ളി കയറുക. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അത് ഇതിൽ അയച്ചേക്കുക. എന്നിട്ട് ഓളിങ്ങനെ സൊസൈറ്റി ലേഡിയായിട്ട് നടക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല്ലേ. പള്ളി ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. അതുകൊണ്ട് ആണും പെണ്ണും കൂടി കലരുന്നതിലുള്ള വിഷമങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുടുംബത്തിലൊക്കെ കുട്ടികൾ കുറച്ച് പ്രായപൂർത്തി എത്തിയാൽ ഒരു 10-12 വയസ്സായ പെൺകുട്ടികൾക്കൊക്കെ, ചില പെൺകുട്ടികൾക്ക് 9-10 വയസ്സാകുമ്പോ തന്നെ ആർത്തവം ഉണ്ടാവും. അതോടെ ഒരു പ്രായപൂർത്തിയായി, അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമായി. ഒരു മരിച്ച അള്ളാന്റെ ചോദ്യത്തിന് വിധേയമായി. കുട്ടിയല്ലേ സാരല്ല എന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 15 വയസ്സാണ് സാധാരണയായി പ്രായപൂർത്തി എത്താൻ വേണ്ടി പറയാനുള്ളത്. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർത്തവം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ പ്രായപൂർത്തി എത്തിയാൽ കുട്ടികൾ അത് പറഞ്ഞു കൊടുക്കണം. മോളെ നീ ചെറിയ കുട്ടിയല്ലപ്പോ, നീ പ്രായപൂർത്തി എത്തിയൊരു മോനാണ്, മോളാണ്. നിനക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, നീ ഇങ്ങനെ സൂക്ഷിക്കണം. വീട്ടിൽ അന്യ ആണുങ്ങൾ വരുമ്പോ അവിടെ പോയി ഇരിക്കരുത്. ഇപ്പൊ എളാപ്പാന്റെ മോനല്ലേ, ഉത്താപ്പാന്റെ മോനല്ലേ, ജ്യേഷ്ഠത്തിന്റെ മോനല്ലേ, നിങ്ങളെ മോളും നിങ്ങളെ ജ്യേഷ്ഠത്തിന്റെ മോനും ഒപ്പം ബൈക്കിൽ പോകാൻ പറ്റുമോ? എന്റെ ആങ്ങളല്ലേ. കോളേജിലേക്ക് കൊണ്ടുവന്നാക്കാൻ വരും. ആരടിയത്? എന്റെ ആരാത്? എന്റെ ആങ്ങളറിഞ്ഞ ഉമ്മാന്റെ അനിയത്തിന്റെ മോന്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന് അല്ലേ. തെക്കൻ കേരളത്തിലൊക്കെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോൻ അനിയത്തിന്റെ മോളെ കല്യാണം കഴിച്ച ഭയങ്കര അപകടമായി. ഇസ്ലാമിൽ ഒരു അപകടമില്ല. പിന്നെ
പ്രേമിച്ച് ഒപ്പം കൂടിയിട്ട് കുടുങ്ങിയ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല. തെക്കൻ കേരളത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കൂല. ജ്യേഷ്ഠത്തിന്റെ മോനെ അന്യത്തിന് മോൻ അല്ലേ? തൃശ്ശൂരൊക്കെ അങ്ങനെയല്ലേ സ്വഭാവം? ഇസ്ലാമിലുള്ളത് അത്. അതുപോലെ ഏട്ടന്റെയും അനിയന്റെയും മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല. പാടില്ല എന്നാണ് തെക്കൻ കേരളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അന്യ പുരുഷന്മാരാണെന്ന് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജ്യേഷ്ഠത്തിന്റെ മോൻ വന്നു, എടി നിന്റെ പേനം നോയിക്ക എന്നുള്ളത് മടി തലച്ച് പേൻ നോക്കിയിരിക്കുക അല്ലേ? പിടിക്കലും വലിക്കലും കളിക്കലും കല്യാണ തലേന്നൊക്കെ എന്തെല്ലാം നടക്കുന്നത്. ചിലപ്പോ കൂടെ തന്നെ കിടക്കലും ഇരിക്കലും ഓന്റെ ബൈക്ക് കയറലും പുറത്തു കയറലും അല്ലേ? ഇതെല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായുള്ള ബന്ധത്തിൽ നീ പെണ്ണാണ്, നീ അവനെ സ്പർശിക്കും, നീ ആണാണ്, പെൺകുട്ടികളുടെ അടുത്ത് പോ, അങ്ങോട്ട് പെണ്ണുകുട്ടികൾ അകത്ത് പോ, ആൺകുട്ടികൾ ഇങ്ങോട്ട് പോ. അതൊക്കെ വീട്ടിൽ നമ്മൾ ശീലിപ്പിക്കണം. അത് ഉമ്മാക്കന്നെ അത് ഉണ്ടാവില്ല. ഉമ്മ ഭർത്താവിന്റെ അനിയനോടും ഏട്ടനോടും ഒക്കെ കളിക്കുന്നുണ്ടാവും. അവന്റെ കുട്ടികളും കളിക്കൂലേ? ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോടും അനിയത്തിന്റെ ഭർത്താവിനോടൊക്കെ തെള്ളിയും പിടിച്ചും കളിച്ചും ഒക്കെ ചിരിക്കുന്നുണ്ടാവും. അവന്റെ കുട്ടികളും കളിക്കൂലേ? അപ്പൊ അന്യ പുരുഷൻ ആരാണ് എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ അറിയോ? അമ്മാവന്റെ മകനും, അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ആങ്ങളന്റെ മോന്, അമ്മായി എന്ന് പറഞ്ഞ പിന്നെ ഈ നാദാപുരത്തേർക്കും കടവത്തൂർക്കാർക്കും ഒന്നും അമ്മായി പറഞ്ഞ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. വാപ്പാന്റെ പെങ്ങള്, അതിനെന്താ പറയുകയെങ്കിൽ അത് ബാപ്പാന്റെ പെങ്ങളെ മോന്, അതുപോലെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന്, അനിയത്തിന്റെ മോന്, ഇതൊക്കെ അന്യ പുരുഷന്മാരാണ് എന്ന ധാരണ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, കല്യാണം കഴിഞ്ഞാല് പുതിയ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പളുടെ ജ്യേഷ്ഠന്മാരൊക്കെ വന്നിട്ട് അവൾക്ക് ഷെയ്ക്കേണ്ടി കൊടുക്കും അല്ലേ? കണ്ടിട്ടില്ലേ പല കല്യാണ സദസ്സിലും? പാടുണ്ടോ അത്? പാടില്ല. കൈ കൊടുക്കാൻ അവള് മടിച്ചാൽ അന്നെ അവളെ ചിലപ്പോ തലാക്കി അല്ലിക്കാളും അല്ലേ? നീട്ടടി കയ്യ്, അവനെ കൊണ്ടാ ഈ കുടുംബം നടക്കണേ, നീ തൊടില്ലല്ലേ? എന്തെല്ലാം ബഹളായിരിക്കും. പാടുണ്ടോ? അല്ലെങ്കിൽ കല്യാണ ദിവസം ഒരുപാട് പ്രദർശനമാണല്ലോ, പെണ്ണിനെയും ചെക്കനെയും ഇങ്ങനെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് എല്ലാവരും നോക്കിയിരിക്കുക. പാടുണ്ടോ അത്? പെണ്ണുങ്ങളെ ഭാഗത്തിരിക്കുക, ആണിന്റെ ഭാഗത്തിരിക്കുക. ആണും പെണ്ണും ഒന്നിച്ച് മൊത്തം സദസ്സിൽ വന്നിരിക്കണത് ശരിയല്ല. അടുത്ത കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ നാട്ടില് കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയത്തിന്റെ അന്ന് പോലും ഒരു മാലയിടലും ഒരു മോതിരിടലും എന്നിട്ട് ക്യാമറയിൽ പകർത്തലും എല്ലാവരും നോക്കി ആസ്വദിക്കലും പെണ്ണൊരു പ്രദർശന വസ്തുവാക്കി മാറ്റൽ, ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ഇതെല്ലാം പന്യ സമുദായങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ പറ്റി പല ആൾക്കും ഒരു ധാരണയില്ല. ഇസ്ലാമിക വേഷം അനുവദിക്കോ നമ്മൾ ചോദിക്കണം. ആണും പെണ്ണും കൂടുതൽ മിംഗ്ലിങ്ങിനുള്ള ചാൻസ് അവിടെ ഉണ്ടോ അന്വേഷിക്കണം. കുട്ടികൾക്ക് നിസ്കരിക്കാനും ജുമയ്ക്ക് പോകാൻ കഴിയോ നോക്കണം. ഇതൊന്നും നോക്കണം. അവിടെ നല്ല എഡ്യൂക്കേഷനാ. അവിടെ ഇംഗ്ലീഷ് നല്ല സംസാരിക്കും. ക്യാമ്പസിൽ ഇംഗ്ലീഷിലല്ലാതെ മിണ്ടാൻ പാടില്ല. വലിയ കാര്യമായി. എന്നിട്ട് ഔറത്തും കാണിച്ച് കുട്ടികൾ പോവുക. നിസ്കരിക്കാൻ കൂടി സൗകര്യമല്ല. രാവിലെ 7 മണിക്കാണ് പോയി വൈകുന്നേരത്തെ 7 മണിക്കാണ് ലോഹറുമില്ല അസറുമില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സഹോദരി? നമ്മൾ ചിന്തിക്കണം. അള്ളാഹു പഠിക്കും നിങ്ങളെ കുട്ടീനെ +2 പഠിപ്പിച്ചോ അല്ലെങ്കിൽ SLC പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കൂല. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ, നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ, ഈമാൻ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ, ഇസ്ലാം ഒക്കെ ചോദിക്കും. മറ്റ് ദുനിയാവിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മളെ ദീനിന് തടസ്സമാകരുത്. ദീനീ വിദ്യാഭ്യാസത്തിന് തടസ്സം, ദീനീ സംസ്കാരത്തിന് തടസ്സമായ ഒരു വിദ്യാഭ്യാസവും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവർക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനും നമസ്കാരം നിർവഹിക്കാനും ജുമഅക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചേർക്കാൻ പാടില്ല. ചില ആളുകൾക്ക് അറിഞ്ഞുടനെ കുട്ടി എവിടെയാ പഠിക്കണെന്ന് തന്നെ. നാട്ടിലൊക്കെ ഉള്ള സ്ഥിതി അതാ. എവിടെയാ നിങ്ങളെ മോൾ പഠിക്കണേ? തൃശ്ശൂര ശക്തൻ തമ്പുരാ സ്റ്റാൻഡിന്റെ അവിടെ, അത് വലിയ ബിൽഡിങ്ങില്ല, അതിന്റെ മുകളിൽ 3ാം നിലയിൽ ഏതോ കമ്പ്യൂട്ടറോ എന്തോ ഹോം സയൻസ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ പോണുവാണ് രാവിലെ, വൈകുന്നേരത്തിന് വരികയും ചെയ്യുന്നു. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ എവിടെയാ പോണത്, എവിടെയാ വരുന്നത്, ആരാ അവിടെ ഉള്ളത് ഒന്നും അന്വേഷിക്കാതെ അങ്ങനെ കയറൂരി വിട്ടിരിക്കുക. ചോദിച്ചപ്പോൾ ഇസ്ലാം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതല്ലേ? ഇതാ പ്രോത്സാഹിപ്പിച്ചത് തന്നെ? സംസ്കാരമില്ലാത്ത ഏർപ്പാടാ പ്രോത്സാഹിപ്പിച്ചത്? എവിടെയാണ് നമ്മൾ പഠിച്ച ഇസ്ലാം? നമ്മുടെ സംസ്കാരം കളഞ്ഞു കുളിച്ചിട്ട് എന്തിനാണ്? എന്നിട്ട് മറ്റവന്റെ പോടിപ്പോയി ഇവന്റെ പോടിപ്പോയി എന്നിട്ട് ഇവിടെ ഗൾഫിൽ ബോധം കെട്ട് വീഴുക, ആത്മഹത്യ. എന്താ കാര്യം? ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാത്തോണ്ടാ ഓടിപ്പോകുന്നത്. അതിർവരമ്പുകൾ പഠിപ്പിക്കാത്തോണ്ടാ കുട്ടികൾക്ക് അബദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, വലിയ ഉത്തരവാദിത്തമാണ് പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. ആൺകുട്ടികളെ വളർത്തിന് പ്രത്യേക അവാർഡൊന്നും അല്ല പറഞ്ഞിട്ടില്ല. ആ സമയത്ത് പെൺകുട്ടികളെ വളർത്തിനോ? മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ കുന്ന ലഹു സിത്റൻ മിനൻ നാർ. ആരെങ്കിലും 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്ന വരെ നല്ല നിലക്ക് സംരക്ഷിച്ച് വളർത്തിയാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നും ഇവർക്ക് മറയായിരിക്കും.
ആൺകുട്ടികൾ വളർത്തിയതിന് കുട്ടികൾ വളർത്തിയ കൂടി നല്ല സ്പെഷ്യൽ അവാർഡ് പറഞ്ഞിട്ടില്ല. എന്തിനാ തന്നെ പെൺകുട്ടികൾ വളർത്താൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പ്രയാസം ഏറെ സഹിക്കേണ്ടത് മാതാക്കളാണ്. അത് മനസ്സിലാക്കണം. മാതാക്കൾ അത് ഏറ്റെടുത്തേ മതിയാവൂ. നിങ്ങളെ കുട്ടികളെ ഇതാപ്പൊ നോമ്പാ വരുന്നത്, പലരും കുട്ടികളെ നോമ്പെടുപ്പിക്കാനല്ല. എന്റെ മോൻ നോൽക്കണ്ട, എന്റെ മോള് നോൽക്കണ്ട, വിശക്കുള്ള മോള് തിന്നിട്ട് വായി പൊളന്നിട്ടിട്ട് കൊടുക്കും. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ആശൂറ നോമ്പും കൂടി കുട്ടികളെ കളിപ്പാട്ടം കൊടുത്തിട്ട് വൈകുന്നേരമാക്കിയിരുന്നതാ. കളിപ്പാട്ടം കൊണ്ട് കളിക്കണ കുട്ടിയേതാ പ്രായം? അപ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് സഹാബത്ത് നോമ്പ് നോൽപ്പിച്ചിരുന്നു എന്ന് ഹദീസിന്റെ കിതാബ് നമ്മൾ കാണുക. നമുക്കിന്ന് കുട്ടികളോട് സ്നേഹം അങ്ങോട്ട് കൂടിയിട്ടേ. ഇപ്പൊ കുറെ ആളുണ്ട് 4 കുട്ടികളെ കൊന്ന് കിണറ്റിലിട്ടു, അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. നമ്മൾ പറയാ പഹേനെന്ന് അവർ രണ്ടാളും ചത്ത, ഈ പാവം ചെറിയ കുട്ടികളെന്തിനാ കൊന്നത്? അത് സ്നേഹം കൂടിയിട്ടാ. നമ്മൾ ചത്തുപോയാൽ പിന്നെ കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകാട്ടും, മറ്റുള്ളവർക്ക് ഭാരമാകാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം കുട്ടികളെ കൊല്ല, പിന്നെ നമ്മൾ ചാകുക. സ്നേഹം കൂടിയതാ. കണ്ടോ, ഈ ജാതി സ്നേഹമല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ആ തരത്തിൽ നമ്മൾ അതപ്പതിച്ചു പോകരുത്. മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ കുട്ടികൾ എവിടെ വളർന്നാൽ അവരുടെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൻയൻദുർ അഹദുകും മൻ യുഖാലിൽ. അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ തന്റെ ചങ്ങാതിയുടെ മത നടപടിക്രമത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരോട് കൂട്ടുകൂടുന്നു, ചങ്ങാത്തം സ്ഥാപിക്കുന്നെന്ന് നോക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ചങ്ങാതിയുടെ ദുസ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകരും. നമ്മൾ പേടിക്കണം. നമ്മുടെ കുട്ടികളെ കൂട്ടുകെട്ട് ആരോടാണ് എന്ന് നാം ശരിക്കും മനസ്സിലാക്കണം. നല്ല മനുഷ്യരോട് കൂട്ടുകെട്ടാൻ നാം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അവരെ നാശത്തിലേക്ക് നയിക്കുകയാവും എന്ന കാര്യം സഹോദരിമാര് ശ്രദ്ധിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരിമാരെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നാം ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും ഇസ്ലാമിനെ കൈവിടാത്ത ഒരു ജീവിത ശൈലി നാം ശീലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷക്ക് നാം വിധേയരായിത്തീരും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ സംഗീതത്തോട് നമ്മുടെ ആളുകൾക്കുള്ള നിലപാട് ഇപ്പോഴും പല സഹോദരിമാർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ കാണാൻ റാസൽ ഖൈമ റേഡിയോ ആണ് പണ്ട് തുടങ്ങിയപ്പോ എല്ലായിടത്തും റേഡിയോ ഉണ്ട് തോന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്നിട്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ്? വിളിക്കാണ്. എന്നിട്ട് ഫോണില് ഹലോ, ജമീലല്ലേ? ജമീല. ജമീലക്ക് എത്ര വയസ്സായി? അടുത്ത ചോദ്യം. അപ്പോൾ ഇങ്ങനെ കുണുങ്ങിട്ട് എത്ര വയസ്സായി, എത്ര മക്കളുണ്ട്, ഇങ്ങനെ ചോദിച്ചിട്ട് ഓളൊരു ഇന്റർവ്യൂ. എന്നിട്ട് ഓളെ ഇങ്ങനെ കിണുങ്ങി, ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് കായലരികത്ത് ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഞാൻ അങ്ങനെ പാടാറില്ല. ഒന്ന് പാടി ജമീല. അപ്പോൾ പാടി. എത്ര ആളിതൊക്കെ കേൾക്കുന്നത് അവള് പാടുക. എന്നിട്ട് ഇവനോട് ഇങ്ങനെ സല്ലപിക്കുക. ഇതൊക്കെ പാടുണ്ടോ പെണ്ണുങ്ങളെ? എന്ത് വൃത്തികെട്ട സംസ്കാരം! നമ്മളെ മാപ്പിള പെണ്ണുങ്ങളെ അധികം അതിന് ഫോൺ ചെയ്യാൻ നിൽക്കുക. തരം താഴ്ന്ന ഏർപ്പാട്. ഇങ്ങനെ അന്യപുരുഷനോട് സല്ലപിക്കുക, അന്യപുരുഷൻ മുമ്പിൽ പാട്ടാടി കൊടുക്കുക, നാട്ടുകാരുടെ മുമ്പിൽ അവൾക്ക് പ്രൈസ് കിട്ടി അല്ലേ? എവിടെ നിങ്ങളൊരു സർക്കസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കളിയോ സ്പോർട്സോ എന്താ കളി, ധാരാളം മുസ്ലിം പെണ്ണുങ്ങൾ അടിച്ചു കയറുക. അപ്പോ പുറത്തു പോകാൻ അവസരം കിട്ടുക എന്നുള്ള നിലക്ക് അല്ലേ? എന്നിട്ടോ പള്ളിക്ക് പോകാൻ പറഞ്ഞാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ലെന്നല്ല ഇസ്ലാമിന്റെ നിയമം. ഖുറാഫികൾ അവിടെ സർക്കസ് വെച്ചാലോ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടാവും. ഇതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ അധപ്പതനത്തിന്റെ നാന്ദികളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും പല ആളുകൾക്കും സംഗീതത്തിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് അവരൊക്കെ മൊബൈലിൽ ഇപ്പോഴും സംഗീതമാണ് റിംഗ് ടോൺ ആയി വെച്ചിട്ട്. റമളാൻ വരുമ്പോൾ ഒഴിവാക്കും. റമളാൻ കഴിഞ്ഞാൽ പിന്നെയും പഴയ കൈതരാഗം തന്നെ. നമ്മളൊക്കെ മൊബൈൽ ഇടക്കിടക്ക് നാട്ടിലാണെങ്കിലും മെസ്സേജ് വരും, ഇതാ ഈ നമ്പറിലേക്ക് ഇന്ന മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇന്ന സിനിമയിലെ ഇത് പുതിയ പാട്ട് റിംഗ് ടോൺ ആയി ലഭിക്കും. അപ്പൊ ഞെക്കി കൊടുത്ത് അങ്ങനെ നമ്മളെ നാട്ടില് ശബരിമല സീസൺ വന്ന അയ്യപ്പ ഭക്തി ഗാനം. എന്നിട്ട് പള്ളിയിൽ നിന്നൊക്കെ മൊബൈൽ അടിച്ച ശരണം തരാം ഭഗവാനെ പള്ളിനുള്ളിൽ നീ എന്താ റിംഗ് ടോൺ ആയി വെച്ചിരിക്കുക. അറിയില്ല, ചില പെണ്ണുങ്ങൾക്ക് ഇത് എവിടെ ഞെക്കണ്ടെന്ന് തന്നെ അറിയില്ല. എന്തെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഈ തരത്തില് നമ്മളെ നാട്ടിൽ പിന്നെ മാപ്പിളപ്പാട്ട് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താ ഈ മാപ്പിളപ്പാട്ട് പറഞ്ഞാ? മാപ്പിളാരുണ്ടാക്കി മാപ്പിളാര് പാടുന്ന പാട്ട്. അപ്പൊ ഹലാലാവോ? അങ്ങനെ നമ്മളെ ആളുകളെ വിചാരം. നാട്ടില് ബസ്സിലൊക്കെ കയറിയാൽ ഈ പാട്ട് തന്നെ റഹീമേ എന്നിട്ട് ഓള് കുറെ പാടും, പിന്നെ ഹസീന എന്നിട്ട് ഇവള് കുറെ പാടും. എന്തായി? ഒരു പ്രേമലേഖനം എഴുതിയ എന്തൊക്കെ ഉണ്ടാവും? അതൊക്കെ കണ്ണിലെന്നും നീയാണ്, മനസ്സിലെന്നും നീയാണ്, ഇതൊക്കെയല്ലേ പാടുന്നത് അല്ലേ?
ഒരാൾ തന്റെ ഭാര്യയുമായി സല്ലപിക്കുമ്പോഴോ കാമുകിയുമായി ശൃംഗരിക്കുമ്പോഴോ പ്രേമലേഖനം എഴുതുമ്പോഴോ ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പാട്ടായിട്ട് പാടും. അത് മാപ്പിളപ്പാട്ടിനെ മാത്രം അത്ര തരംതാഴ്ന്ന പാട്ടുണ്ടാക്കുള്ളൂ. പേരെന്താ? മാപ്പിളപ്പാട്ട്. മാപ്പിള ഉണ്ടാക്കി മാപ്പിള പാടിയ പാട്ട്, വൃത്തികെട്ട പാട്ട്. അപ്പൊ അതൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ദീനൊക്കെ പഠിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. FM റേഡിയോ എന്നും പറഞ്ഞിട്ട് സാധനം ഉണ്ട്. 24 മണിക്കൂറും പാട്ട് കേട്ട് കേട്ട്. പാട്ടിനെ സംബന്ധിച്ച് ഈ സംഗീതത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ നല്ലവണ്ണം ഓർക്കണം. എന്റെ സമുദായത്തിൽ ഒരു കൂട്ടർ വരും, അവര് സംഗീതത്തെ ഹലാലായി കാണും, ഏതുപോലെ വ്യഭിചാരത്തെയും കള്ളിനെയൊക്കെ ഹലാലായി കാണുന്നത് പോലെ. അതുപോലെ തന്നെ യകൂനു ഫി ഉമ്മത്തി ഖദ്ഫും വമസഖും വഖസ്ഫുൻ, എന്റെ സമുദായത്തിൽ എടുത്തെറിയലും കോലം മാറ്റലും ഭൂമിയിലെ കാഴ്ത്തിക്കളയിൽ ഇങ്ങനെയുള്ള പല ശിക്ഷകളും വരും. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമതാദാക, എപ്പോഴാണ് സമുദായത്തിൽ അങ്ങനത്തെ ഭൗതിക ശിക്ഷകളൊക്കെ വരിക? അപ്പൊ റസൂൽ പനിദാ ലഹറത്തിൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ വാദ്യോപകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ, വഖസുറത്തിൽ ഖിയാൻ, നർത്തകിമാർ അധികരിച്ചാൽ, വശുരിബത്തിൽ ഖുമൂർ, മദ്യം ധാരാളമായി കുടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, അപ്പോ ഈ തരത്തിലുള്ള ശിക്ഷകളൊക്കെ അള്ളാഹു നമുക്ക് ഇറക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ ഹറമ അലാ ഉമ്മത്തിയൽ ഖംറ വൽ മൈസിറ വൽ മിസ്റ വൽ കൂബത വൽ ഗുബൈറ. കണ്ടോ, എന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിനെ ഹറാമാക്കിയിരിക്കുന്നു കള്ള്, ചൂതാട്ടം, മിസ്ർ, കൂബത്ത്, ഗുബൈറ. എന്താ കൂബത്ത്? അപ്പൊ സഹാബി ഒരാൾ ചോദിച്ചു, സുഫിയാൻ അലിയോട് ചോദിച്ചു, മൽ കൂബത്ത്, കൂബത്ത് എന്ന് പറഞ്ഞാ കാല അക്ബൽ, ചെണ്ട. കണ്ടോ, അപ്പൊ ചെണ്ട ഹറാമാക്കിയിട്ടുണ്ട്. മിസ്ർ എന്ന് പറഞ്ഞ ബീറില്ലേ, കുടിക്കുന്ന ബീറ്, അത് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ കള്ളിന്റെയും ചൂതാട്ടത്തിന്റെയും ബീറിന്റെയും വ്യഭിചാരത്തിന്റെ ഒക്കെ ഒപ്പാണ് സംഗീതത്തെ പറഞ്ഞിട്ടുള്ളത്. നിസാര കാര്യമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ് സംഗീതം. സംഗീതത്തെ കുറിച്ച് നമ്മൾ ആളുകൾക്ക് അതിനിപ്പോ എന്താ കുഴപ്പം എന്നാണ്. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, ബുഖാരിൽ വന്ന തഅലീഖായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരും, അവർ വ്യഭിചാരത്തെ ഹലാലായി കാണും, പട്ടുവസ്ത്രത്തെ ഹലാലായി കാണും, മദ്യത്തെ ഹലാലായി കാണും, അതുപോലെ തന്നെ സംഗീതത്തെയും. മദ്യവും പട്ടും ഒക്കെ ഹറാമാന്നുള്ളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിനോട് ചേർത്താ സംഗീതത്തെ പറഞ്ഞത്. അത് ചെറിയൊരു കറാഹത്തല്ല, ഹറാം തന്നെയാണ്, വ്യക്തമായും ഹറാമാണ്. അപ്പൊ ശറഹിൽ ഹറാമാണ്, എന്നിട്ട് ഇവർ ഹലാലായി കറാണ് യസ്തഹില്ലൂന എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർക്ക് ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളോടുമൊക്കെ ഒരു പുച്ഛം വളർന്നു വരുന്നുണ്ട്. പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വന്നവന് എനിക്ക് പറ്റൂല, അയാൾ എന്താടി, അയാളെ താടിയൊക്കെ പാടെ കണ്ട, അപ്പൊ കല്യാണം കഴിക്കുന്നവന് താടി പാടില്ല, അയാളെ പാന്റ് കണ്ടില്ലേ നിര്യാന്റെ മേലെ, എനിക്ക് വേണ്ട. ചെക്കന്മാർക്കും അങ്ങനെ തന്നെയാണ്. പർദ്ദ ധരിച്ച പെണ്ണ് എനിക്ക് വേണ്ട, ചുരിദാർ ഇട്ട് ചെത്തിപ്പൊളിച്ച് ചുണ്ട് ചോപ്പിച്ച് പൗഡർ ഇട്ട് കൺമശിട്ട് ആളുടെ ഇടയിലൂടെ ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞിറക്കാം, അതേ എനിക്ക് വേണ്ടൂ. ഇങ്ങനെ നമ്മുടെ കുട്ടികളാകാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ പെൺകുട്ടികളെ കൊണ്ട് നടക്കണം, എന്നാലേ നല്ല പുതിയാപ്പിള കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ചില പോയത്തക്കാരും നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. നമ്മള് മൂപ്പരിക്ക് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ പെൺകുട്ടികളെ കല്യാണം കഴിയോളം കുട്ടികളെ പ്രദർശന വസ്തുവായി കൊണ്ടു നടക്കണം എന്നാ, അല്ല ആണുങ്ങൾ കാണുള്ളൂ, എന്നാലേ നല്ല കെട്ടുവരുള്ളൂ. ഈ തരത്തിലുള്ള ജാഹിലി ചിന്താഗതികളാണ് പലപ്പോഴും നമ്മുടെ ആളുകളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് താടി വെക്കണമെന്ന്, പക്ഷെ ഭാര്യ നിങ്ങൾ ആ താടി ഉള്ളത് കണ്ട് സഹിച്ചൂടാ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പിണക്കം വന്നിട്ട് അവസാനം പറഞ്ഞ്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സക്കരിയ സലാഹിന്റെ അടുത്ത് പോയിട്ട് അത് അവരെ ഏതാണ്ട് പിരിയാന്നുള്ള അവസ്ഥ വെച്ച് ഒരു മധ്യസ്ഥ പറയാൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടാളിന്റെ അടുത്ത് വന്നു, രണ്ടാളോട് സംസാരിച്ചു. അപ്പൊ ഇവളുടെ ഡിമാൻഡ് എന്താ വെച്ചാല്, അവള് എന്നോട് പറയാൻ മടിച്ചിട്ട് ഒരു പേജ് എഴുതി കൊണ്ട് നിൽക്കുക, മുഴുവൻ അവളുടെ താടി കൊണ്ട് അവൾക്കുള്ള വിഷമാണ്. ആ താടി കൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു സുഖവും, അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത് കൂടി എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അൽഹാസ് പറഞ്ഞോ, ഇതിയൊക്കെ ഇവിടെ പറയാൻ വയ്യല്ലോ എഴുതിയിരിക്കുന്നത്. അവനോട് ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു, ഞാൻ ദീനില്ലാതെ ജീവിച്ച ആളായിരുന്നു, എനിക്ക് ഞാൻ ദുബൈ പോയി, അവൾ ദീന് കേട്ടു, പഠിച്ചു, മനസ്സിലായി, എനിക്ക് ഇനി അത് ഒഴിവാക്കാൻ പറ്റൂല, അതുകൊണ്ട് അവളെ ഒഴിവാക്കുന്നല്ല, താടി ഒഴിവാക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കി വെട്ടിക്കളയാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്, സഹാബിൽ ചില അത് ഞാൻ അവനോട് പറയാം. താടി വടിക്കണം എന്ന് അവനോട് പറയാൻ എനിക്ക് പറ്റൂല. അവന്റെ താടിയോട് നീ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നിനക്ക് വേറെ ഭർത്താവിനെ ആലോചിച്ചു വരുന്നു. അതോടുകൂടി ആ സഹോദരി മാറി, അൽഹംദുലില്ലാ, അവളത് മാറി, അത് ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, അവൾ നല്ല ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി, അവള് ക്ലാസ്സിന് പോകാൻ തുടങ്ങി, ഖുർആൻ പഠിക്കാൻ തുടങ്ങി.
കണ്ടോ? അപ്പൊ അത്രമാത്രം നമ്മളെ പെൺകുട്ടികളെ സംസ്കാരം അതപ്പതിച്ചു പോകണം. ഭർത്താവിന് താടി ഉണ്ടാകാൻ പാടില്ല. നിത്യേന താടി പഠിക്കുന്ന ഭർത്താവിനാണ് അവൾക്ക് ആവശ്യം. അപ്പൊ ഇസ്ലാമിനോടോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടോ ഇസ്ലാമിന്റെ വേഷത്തോടോ നമുക്ക് മതിപ്പില്ല. നമുക്ക് അച്ചായന്റെ വേഷത്തോടും യഹൂദിയുടെ വേഷത്തോടാണ് നമുക്ക് താല്പര്യം. ഇത് എന്ത് ഇസ്ലാമാണ്? ഇത് എന്ത് ഇസ്ലാമാണ്? എന്ത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചൊന്ന് ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ദ്വാർന്നാ മാത്രം പോരാ, അതിനനുസരിച്ച് നാം ജീവിക്കുക കൂടി വേണം. വളരെ പ്രയാസം ഉണ്ടാവും. മുസ്ലിമായി ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, സത്യനിഷേധിയുടെ സ്വർഗവും. നമ്മൾ കല്ലിൽ കൊത്തിവെച്ച പോലെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഹദീസ് അത്. സഹോദരിമാരും സഹോദരന്മാരും കണ്ട, ദുനിയാവിലെ ജയില് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എണീറ്റ് നിൽക്കാൻ തന്നെ ഉയരുണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല, ഇരിക്കാൻ കസേര ഉണ്ടാവില്ല, കിടക്കാൻ പായ ഉണ്ടാവില്ല, കുടിക്കാൻ നല്ല വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ പല തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇതുപോലെയാണ് യഥാർത്ഥ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, കുറേ വിലക്കുകൾ. അതിനിടയിൽ നിർത്തി അള്ളാഹു നമ്മളെ പരീക്ഷിക്കാണ്. ഈ പരീക്ഷയിൽ നാം വിജയിക്കണം. വലത്തോട്ടും ഇടത്തോട്ടും ചായാതെ റസൂലുള്ളാഹി നേർവര വരച്ചല്ലോ, ആ വരയിൽ നാം പോകണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വരകളിൽ ഇരുന്ന് പിശാച് നമ്മളെ മാടി മാടി വിളിക്കുകയാണ് സിറാത്തുൽ മുസ്തഖീം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. നമുക്ക് നല്ല മനക്കരുത്തും ഉറച്ച ദൃഢമായ ഈമാനുമില്ലെങ്കിൽ തെറ്റിപ്പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം കൽബ് എന്ന വാക്കിന്റെ അർത്ഥം തെറ്റിപ്പോകുന്നത്, ഇളകിപ്പോകുന്നതാണ്. ഉറച്ചു നിൽക്കുന്നതല്ല, ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് കൽബ്. ഇപ്പൊ കൽബ് മാറിപ്പോകും അല്ലേ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. അപ്പൊ ഹൃദയം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദയം സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്ലാമിക മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, മനസ്സിലാക്കുക, അതിനുവേണ്ടി സമയങ്ങളും സന്ദർഭങ്ങളും കണ്ടെത്തുക, അച്ചടക്കത്തോടുകൂടി ജീവിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തായ പ്രതിഫലം തരും. ഓരോ ദിവസവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നാം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. മരണത്തെ ഓർക്കാത്ത, പരലോകത്തെ ഓർക്കാത്ത, ഖബർ ജീവിതത്തെ ഓർക്കാത്ത ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. നിസ്കാരത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലത് വരുന്നില്ല. അല്ലാഹുമ്മ യഅൂദു അദാബിൽ ഖബർ വമിൻ അദാബി ജഹന്നം, അല്ലേ? ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതൊക്കെ വായ്ത്താരിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, മനസ്സിൽ തട്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്ലാസുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും പരമാവധി അത് ജീവിതത്തിൽ പകർത്തി നിങ്ങളുടെ കുടുംബത്തെ ഇസ്ലാമികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അവരെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ പറയുന്ന എന്നിൽ നിന്നും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരിൽ നിന്നും അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, ഈ പരിശുദ്ധ റമളാനാണ് വരുന്നത്, കൂടുതൽ ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ പാപമോചനം എന്ന മഹത്തായ അനുഗ്രഹം കരസ്ഥമാക്കാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.